സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ എങ്ങനെ ചേഞ്ച് ആവുന്നത് നമുക്ക് നോക്കാം. അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ഷൻ എന്നുള്ളത് എന്തായി മാറണം? അഡീഷനിലോട്ട് ചേഞ്ച് ആക്കണം. അതെങ്ങനെ ചേഞ്ച് ആക്കുക? അതായത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 - 3 ആണ്. അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് എന്തായിരിക്കും? അഡീഷനിലോട്ട് മാറ്റണം. അതായത് 10 പ്ലസ് അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ പോസിറ്റീവ് സംഖ്യ അല്ലേ, അത് നെഗറ്റീവ് സംഖ്യ ആയിട്ട് മാറും. സോ ഇതിങ്ങനെ വരിക 10 പ്ലസ് -3. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഡീഷനിൽ. അതായത് ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എഴുതുക. ഇവിടെ നിന്ന് വരുന്നത് 10 - 3 കുറക്കുക. അതായത് 10 - 3 കുറച്ചാൽ 7 കിട്ടും. 10 എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യയാണ്. സോ ആൻസർ 7. നെക്സ്റ്റ് വരുന്നത് -10 - 3. ഇത് വീണ്ടും എഡീഷനിലോട്ട് മാറ്റുമ്പോൾ -10 പ്ലസ് അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ പോസിറ്റീവ് സംഖ്യ അല്ലേ, അത് നെഗറ്റീവിലോട്ട് മാറും. സോ -10 പ്ലസ് -3 രണ്ടും സെയിം സൈൻ വരുമ്പോൾ രണ്ടും കൂടി കൂട്ടുക, സെയിം അതേ സൈൻ ഇടുക. സോ ആൻസർ -13. ആൻഡ് നെക്സ്റ്റ് -10 - -3 ഇങ്ങനെ വരുമ്പോഴോ ഈ മൈനസ് എന്നുള്ളത് പ്ലസിലോട്ട് മാറും. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ നെഗറ്റീവ് സംഖ്യ ആണല്ലോ, അത് പോസിറ്റീവ് സംഖ്യ ആയിട്ട് മാറും. സോ -10 പ്ലസ് 3 രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണല്ലോ. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ അഡീഷനിൽ എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 10 - 3 കുറക്കുക, 7 കിട്ടും. ഇവിടെ വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ആൻസർ -7. ഇനി ലാസ്റ്റ് വരുന്നത് +10 - 3. അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് അഡീഷനിലോട്ട് പോയാൽ എന്തായിരിക്കും? 10 പ്ലസ് അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ നെഗറ്റീവ് ആണല്ലോ. സോ അത് പോസിറ്റീവിലോട്ട് മാറും. സോ ഇവിടെ വരുന്നത് 10 പ്ലസ് 3. ദെൻ ആൻസർ നോർമലായിട്ട് ചെയ്യുന്ന പോലെ 10നോട് 3 കൂട്ടാം. ആൻസർ 13.